स्वरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितां च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। യെസ്, അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പൂന്താനം ഈ കലിയുഗത്തിലുള്ള ജനങ്ങളെക്കുറിച്ച്, കലിയുഗത്തിലെ മഹാത്മ്യം മനസ്സിലാക്കാത്ത ജനങ്ങളെക്കുറിച്ച് നിരാശാപൂർവം വിശദീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. കലിയുഗത്തിന്റെ മഹാത്മ്യം അവർ മനസ്സിലാക്കുന്നില്ല, മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല, ഈ ഭാരതഖണ്ഡം എത്ര മഹത്വമുള്ളതാണ് എന്ന് ഈ ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പൂന്താനം പരിതപിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ മഹാത്മ്യം മനസ്സിലാക്കണം എന്നാണ്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും വിശദമായി താൻ പറഞ്ഞത് എന്ന് പൂന്താനം പറഞ്ഞു. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നതു ചിലർ, കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം. കൃഷ്ണ കൃഷ്ണ നിരൂപിച്ചു കാണുമ്പോൾ തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്നതൊക്കെയും. എല്ലാവരും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പുറകെയാണ്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ എത്രയോ വലിയ നേട്ടം ഭഗവാനെ എത്രയോ ജന്മങ്ങൾക്ക് ശേഷം ലഭിക്കുക എന്നുള്ള ഒരു നേട്ടം മറന്ന് എല്ലാവരും താൽക്കാലികമായിട്ടുള്ള അർത്ഥത്തിന്റെ പുറകെയാണ് ഓടുന്നത് എന്നാണ് പൂന്താനം പറയുന്നത്. അർത്ഥമോ പുരുഷാർത്ഥമിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തു നാം, മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. മധ്യാഹ്നാർക്ക പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്ത് എന്തിനാണ് മിന്നാമിനുങ്ങിന്റെ പുറകെ പോകുന്നത് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കലിയുഗത്തിലുള്ള ജനങ്ങളോടുള്ള ഒരു ചോദ്യമാണ്. ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല. എത്ര വലിയ നേട്ടം ഉപേക്ഷിച്ചിട്ടാണ് അവർ ഇങ്ങനെയുള്ള മിന്നാമിനുങ്ങിന്റെ പുറകെ പോകുന്നത്, അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും പൂന്താനം പറഞ്ഞു. തൃഷ്ണ കൊണ്ടേ ഭ്രമിക്കുന്ന ഇതൊക്കെ, തൃഷ്ണ കൊണ്ട്, മായ കൊണ്ട്, ഭൗതികമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് യഥാർത്ഥ നേട്ടത്തിനെ കുറിച്ച് അവര് മറന്നുപോയി എന്നാണ്. പുരുഷാർത്ഥം, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്വാർത്ഥഗതി എന്ന് ഭാഗവതത്തിലും പറയുന്നു. അതേ വിധു സ്വാർത്ഥഗതിം ഹി വിഷ്ണു. ജനങ്ങൾക്കറിയില്ല, ഭാഗവതം പറയുന്നത് അങ്ങനെ തന്നെയാണ്. ജനങ്ങൾക്കറിയുന്നില്ല എന്താണ് അവരുടെ യഥാർത്ഥ സ്വാർത്ഥഗതി. അവരുടെ യഥാർത്ഥ സ്വാർത്ഥഗതി എന്താണ്? ഭഗവാനെ നേടുക എന്നുള്ളതാണ്, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്, ഭഗവാന്റെ സേവനം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സ്വാർത്ഥഗതി. അതാണ് ഏറ്റവും വലിയ കിട്ടാനുള്ള ഏറ്റവും വലിയ ജോലി. ജീവാത്മാവിന് കിട്ടുന്ന ഏറ്റവും വലിയ ഉന്നതമായിട്ടുള്ള പദവി എന്ന് പറയുന്നത് ഭഗവാന്റെ സേവനമാണ്. അത് നേടാൻ ശ്രമിക്കുന്നതിന് പകരം താൽക്കാലികമായിട്ടുള്ള പല നഷ്ടപ്പെടുന്ന
പലതിനും വേണ്ടി ഓടി നടന്ന അവരുടെ സമയം കളയുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടു. അപ്പോൾ ബാക്കി നമ്മൾക്ക് ബാക്കി വരികൾ മുഴുവൻ ഇന്ന് വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ആരതി മാതാജി വായിച്ചോളൂ. ആരതി ആൻഡ് അഞ്ജലി മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, വായിച്ചോളൂ. പുരുഷാർത്ഥനിരിക്കവേ അർത്ഥത്തിനു കൊതിക്കുന്നതെന്തുനാ മധ്യാനാർഗ പ്രകാശമിരിക്കവേ ഗദ്യോദത്തെയുമാനിച്ചു കൊള്ളേണ്ടു. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി മിത്രങ്ങൾ നമുക്കെത്ര ശിവ ശിവ. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായതു തന്നെ. വിശ്വനാഥൻ പിതാവു നമുക്കെല്ലാം വിശ്വദാത്രി ചരാചര മാതാവും അച്ഛനും പുനരമ്മയുമുണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാനം നല്ലോരണ്ണവുമുണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. സതി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ടു ജപിക്കണം നമ്മുടെ. സിദ്ധകാലം കഴിവോളമിവണ്ണം ശ്രദ്ധയോടെ വസിക്കണമിവരും കാണാകുന്ന ചരാചര ജാതിയെ നാടം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. പരിപ്രൂതനായിട്ടു പുരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്തു ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഭക്തി തന്നിൽ മുഴുകിച്ച മഞ്ഞുടൻ മകനെ പോലെ നൃത്തം കുറിക്കണം. പാരിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ ശേഷമൊഴിഞ്ഞിടും. വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. കുതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. ശക്തികളിട്ടു സഞ്ചരിച്ചിടുവാൻ പാത്രമായില്ല എന്നതു കൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുകേണ്ട. തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും ജാതി പാർക്കിലൊരന്ത്യജനാകിലും വേദവാദി മഹീസൂരനാകിലും നാവു കൂടാതെ ചാതന്മാരാകിയ മുഖരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താനറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്കു വേണ്ടി എന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നൂടെ നാവു കൊണ്ടിതു ചൊല്ലി എന്നാകിലും അതുമല്ലൊരു നേരമൊരു ദിനം ചെവി കൊണ്ടിതു കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ ശ്രീധരാചാര്യൻ താനും പറഞ്ഞിതു. ബാദരായണൻ താനും അരുൾ ചെയ്തു.
ഗീതയും പറഞ്ഞിടുന്നതിങ്ങനെ വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു. ആമോദം പൂണ്ടു ചൊല്ലുവിന്നാമങ്ങൾ ആനന്ദം പൂണ്ടു ബ്രഹ്മത്തിൽ ചേരുവാൻ മതിയുണ്ടെങ്കിലൊക്കെ മതിയോ തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു. പിഴയാകിലും പിഴകേടുന്നാകിലും തിരുവുള്ള മരുത്ത ഭഗവാനേ, തിരുവുള്ള മരുത്ത ഭഗവാനേ, കൃഷ്ണ ഭഗവാനേ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അഞ്ജലി ആൻഡ് ആരതി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇതുവരെ പൂന്താനം പറഞ്ഞിരുന്നത് ഭഗവാനെ പ്രാപിക്കുകയാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നറിയാതെ ഈ കലിയുഗത്തിലെ ആളുകൾ അർത്ഥത്തിന്റെ പുറകെ പോകുന്നു. തന്നെ രക്ഷിക്കുന്നത് സമ്പത്താണ്. തനിക്ക് ബന്ധുക്കളില്ലെങ്കിൽ, സമ്പത്തില്ലെങ്കിൽ, സമൂഹത്തിൽ സ്ഥാനമില്ലെങ്കിൽ, ജോലിയില്ലെങ്കിൽ തന്നെ ആരാണ് രക്ഷിക്കുന്നത് എന്ന് കരുതിക്കൊണ്ടാണ് എല്ലാവരും അർത്ഥത്തിന്റെ പുറകിലും സമ്പത്തിന്റെ പുറകിലും പോകുന്നത് എന്ന് പൂന്താനത്തിന് അറിയാം. അപ്പോൾ എല്ലാവർക്കും ഭയമാണ്. ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആരാണ് രക്ഷിക്കുന്നത്, ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോവില്ലേ എന്നുള്ള പേടി എല്ലാവർക്കും ഉണ്ടാകും എന്ന് പൂന്താനത്തിന് അറിയാം. അർജുനൻ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാനോട്. ഭഗവാന്റെ യോഗ പദ്ധതിയിലേക്കൊക്കെ വന്നു, ഭക്തിയിലേക്ക് വന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ആ ഭക്തിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ, മായാശക്തി കൊണ്ട് വീണ്ടും ഭൗതികതയിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ഭക്തിയുമില്ല, അതേപോലെ ഭുക്തിയുമില്ല, രണ്ടുമില്ലാത്ത അവസ്ഥയിൽ വരും. അങ്ങനെ ഒന്നുമില്ലാത്തവനായി പോയില്ലേ എന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടാകും എന്ന് പൂന്താനത്തിന് അറിയാം. അതുകൊണ്ടാണ് പൂന്താനം ഇനിയുള്ള വരികളിൽ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും നഷ്ടമല്ല, എല്ലാം ലാഭം തന്നെയാണ്. അവിടെയും നമ്മൾക്ക് ആത്മീയമായിട്ടുള്ള സമ്പത്തുകൾ നേടാനുണ്ട്. ഭൗതികമായിട്ടുള്ള സമ്പത്ത് ഇല്ലെങ്കിലും ഒന്നും ശൂന്യതയിലേക്കല്ല നമ്മൾ പോകുന്നത്. ആത്മീയമായിട്ടുള്ള ഒരുപാട് സമ്പത്തുകൾ നമ്മൾക്ക് ലഭിക്കാനുണ്ട് എന്ന് നമ്മൾക്ക് കാണിച്ചു തരികയാണ് പൂന്താനം. ആത്മീയതയിൽ ഒന്നും നഷ്ടമാകുന്നില്ല, കൂടുതൽ നേട്ടമാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നിവിടെ പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. പൂന്താനത്തിന്റെ സ്വന്തം അനുഭവമാണ്. നമ്മൾക്കറിയാം, പൂന്താനത്തിന് തന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ ചോറൂണിന്റെ സമയത്ത് ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. പക്ഷേ പൂന്താനത്തിന് ഉള്ളിൽ വേദനയുണ്ടെങ്കിലും അത് സാരമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. കാരണം എന്താണ്? എല്ലാവരുടെയും പുത്രനായിട്ട് ഇരിക്കാൻ സാധിക്കുന്ന ആ ഭഗവാൻ തന്നെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുന്നു. ആ ഭഗവാൻ എപ്പോഴും മകനായിട്ട് തന്നെ ഉണ്ടാവും. ആ കുട്ടിയെ ഒരിക്കലും വളരുന്നില്ല, അല്ലെ? എല്ലാ കാലത്തേക്കും നിത്യലീലയിലും ഭഗവാൻ കുഞ്ഞായിട്ട് വേണമെങ്കിൽ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെയുള്ള ഭഗവാൻ മനസ്സിൽ കളിക്കുന്ന സമയത്ത് എന്തിനാണ് പിന്നെ വേറൊരു കുഞ്ഞ് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. അപ്പോൾ ഭൗതികതയിൽ എന്തെല്ലാം നഷ്ടമുണ്ടായാലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് പൂന്താനം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. നമ്മൾക്ക് സംശയം ഉണ്ടാവും. നമ്മളോട് ഭക്തിയിലേക്ക് വരുമ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ പറയും. ആ നിയമങ്ങളൊക്കെ അനുസരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭൗതികമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ നഷ്ടപ്പെടും, അല്ലെ? മദ്യപാനികളായിട്ടുള്ള ആളുകൾക്ക് മദ്യപന്മാരായിട്ടുള്ള കൂട്ടുകെട്ടുകൾ നഷ്ടപ്പെടും.
അങ്ങനെ ഭൗതികമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ ഇല്ലാതാവും. അപ്പോൾ പിന്നെ എനിക്ക് ആരാണ് സുഹൃത്തുക്കളായിട്ടുണ്ടാവുക, എന്നെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള സംശയം ഉണ്ടാകും. പക്ഷെ ആത്മീയതയിൽ വന്നാലും ഭക്തിയിലേക്ക് വന്നാലും അവിടെയും നമ്മൾക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും എന്നാണ് പൂന്താനം നമ്മളോട് പറയുന്നത്. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഭൂമിയിൽ എവിടെ പോയി കഴിഞ്ഞാലും ഭഗവാന്റെ നാമം ജപിക്കുന്ന, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്ന ഭഗവാന്റെ ഭക്തന്മാരുണ്ട് ഭുവനത്തിൽ എന്നാണ് പറയുന്നത്. പൂന്താനത്തിന് അറിയാം, ഭാവിയിൽ ലോകം മുഴുവൻ വിഷ്ണു ഭക്തന്മാരുണ്ടാവും, ഭഗവാന്റെ ഭക്തന്മാരുണ്ടാകും എന്ന് പൂന്താനത്തിന് അറിയുന്നത് കൊണ്ട് ഇവിടെ പറയുന്നു, ഭൂമിയിൽ നിറച്ചും ഭഗവാന്റെ ഭക്തന്മാരുണ്ട്. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് ഹരേ കൃഷ്ണ ഭക്തന്മാരെ കാണാം. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത് എന്നാണ് പൂന്താനം ചോദിക്കുന്നത്. വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. വൈഷ്ണവന്മാരാണ് നമ്മുടെ യഥാർത്ഥ ബന്ധുക്കളും മിത്രങ്ങളും. നമ്മൾ അവരുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത്. ഭൗതികമായിട്ടുള്ള സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമ്മൾ ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ യഥാർത്ഥ ബന്ധുക്കൾ, നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ ഭഗവാന്റെ ഭക്തന്മാരാണ്, വൈഷ്ണവന്മാരാണ്. ആ വൈഷ്ണവന്മാരുമായിട്ട് കൂട്ടുകൂടാനാണ് പൂന്താനം പറയുന്നത്. അപ്പോൾ പൂന്താനം ഈ സങ്കീർത്തന പ്രസ്ഥാനത്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് ഈ കാര്യം ഇനിയുള്ള വരികൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. പൂന്താനം ജീവിച്ചിരുന്ന കാലഘട്ടത്തും സങ്കീർത്തന പ്രസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സമയമാണ്. ചൈതന്യ മഹാപ്രഭു അവതരിച്ചപ്പോൾ തിരിച്ചു പോയിട്ടുള്ളൂ. അതുകൊണ്ട് ആ സങ്കീർത്തന പ്രസ്ഥാനത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ്, ആ ഒരു പ്രതിഫലനം നമ്മുടെ ഭാരതത്തിൽ മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സങ്കീർത്തന പ്രസ്ഥാനത്തിനെ കുറിച്ചും അതിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നതുമാണ് ഇനിയുള്ള പൂന്താനത്തിന്റെ വരികൾ. അതാണ് ഇവിടെ പറഞ്ഞത്, വിഷ്ണു ഭക്തന്മാരില്ലേ, വൈഷ്ണവന്മാരില്ലേ നമ്മൾക്ക് കൂട്ടുകൂടാനായിട്ട്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ, എത്ര വേണമെങ്കിലും ഉണ്ടാവും. ലോകം മുഴുവൻ ഭക്തന്മാരുണ്ടാവും. അപ്പൊ നമ്മൾ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. സമൂഹത്തിൽ നിറച്ചും നമ്മൾക്ക് ഭക്തന്മാരെ കിട്ടും. ലോകം മുഴുവൻ നമുക്ക് ഭക്തന്മാരെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളെ കിട്ടും എന്ന് പറയും. മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. ഭൂമി നിറച്ചും വിഷ്ണു ഭക്തന്മാര് ഉണ്ട് അല്ലെ. ശീലപ്രഭാതർ വന്നതിന് ശേഷം, ശീലപ്രഭാതർ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചതിന് ശേഷം, ഭഗവാന്റെ നാമം പ്രചരിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഭുവനത്തിൽ നിറച്ചും വിഷ്ണു ഭക്തന്മാരുണ്ട്. അതാണ് പൂന്താനം ചോദിക്കുന്നത്, വിഷ്ണു ഭക്തന്മാരില്ലേ ഭുവനത്തിൽ. മായ കാട്ടും വിലാസങ്ങൾ കാണുമ്പോൾ ജായ കാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ. എന്നിട്ട് നമ്മൾ ആ മായയിൽ തന്നെ ഇരിക്കുകയാണ് അല്ലെ. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഇവര് മാത്രമാണ് എന്നെ രക്ഷിക്കുന്നത്. അഹം മമേതി അല്ലെ. പുംസ സ്ത്രീയാ മിഥുനീഭാവമേത. സ്ത്രീയും പുരുഷനും മിഥുനീഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനും എന്റേതും എന്നുള്ള ചിന്തയിൽ മാത്രം ഈ ഇടുങ്ങിയ ചിന്താഗതിയിൽ ജീവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതാണ് മായ എന്ന് പറയുന്നത്. ആ മായയുടെ പുറത്തേക്ക് വരണം എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത്. അത് വെറും ഗോഷ്ഠികളാണ് എന്നാണ് പറയുന്നത്. ജായകാട്ടും വിലാസങ്ങൾ ഗോഷ്ഠികൾ എന്നാണ് പറയുന്നത്. ഭുവനത്തിലെ ഭൂതികളൊക്കെയും ഭവനം നമുക്കായി ഇതുതന്നെ. അപ്പോൾ നമുക്ക് വീട് നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ ലോകം മുഴുവൻ നമ്മുടെ വീടാണ് അല്ലെ. സർവ്വലോക മഹേശ്വരനാണ് ഭഗവാൻ. ഈ ഭുവനവും ഭഗവാന്റെ പരിചരണത്തിലാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഭരണത്തിലാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് സംരക്ഷണം കിട്ടും, ഭഗവാന്റെ സംരക്ഷണം കിട്ടും. എന്റെ വീട്ടിലിരുന്നാൽ മാത്രമേ എനിക്ക് സുരക്ഷിതത്വമുള്ളൂ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഈ ഭുവനത്തിലെ ഭൂതികളൊക്കെ ഭഗവാന്റെ ഐശ്വര്യങ്ങളാണ്. ഇതെല്ലാം നമുക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ആത്മീയതയിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ സ്വാതന്ത്ര്യമാണ് നമ്മൾക്കുണ്ടാകുന്നത് എന്നാണ് പറയുന്നത് അല്ലെ. വിദുരൻ കൊട്ടാരം ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊട്ടാരം ഉപേക്ഷിച്ച് പോയ സമയത്ത് വിദുരൻ വിചാരിച്ചത്, ഈ ലോകത്തിൽ എവിടെ പോയാലും എന്നെ ഭഗവാൻ രക്ഷിക്കും, ഈ കൊട്ടാരത്തിൽ തന്നെ അള്ളിപ്പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇവരെന്നെ രക്ഷിക്കും എന്ന് വിചാരിച്ച് കൊട്ടാരത്തിൽ സുരക്ഷിതമായിട്ടിരിക്കേണ്ട ആവശ്യമില്ല. ലോകത്തിൽ എവിടെ പോയാലും ഭഗവാന്റെ സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് എവിടെ വേണമെങ്കിലും ചുറ്റി സഞ്ചരിക്കാം എന്ന് ഭക്തർക്ക് ആ ഭഗവാന്റെ സംരക്ഷണത്തിൽ വിശ്വാസമുണ്ട്. ആ കാര്യമാണ് പൂന്താനം ഇവിടെ പറയുന്നത്. ഈ ഭുവനം മുഴുവൻ നമ്മുടെ വീടാണ്, ഈ ഭുവനം മുഴുവൻ ഭഗവാന്റെ സൃഷ്ടിയാണ്, അനുഗ്രഹമാണ് എന്ന് പറയും. ഇനി ആരൊക്കെയാണ് നമ്മൾ സംരക്ഷിക്കാൻ പോകുന്നത്? വിശ്വനാഥൻ പിതാവ് നമുക്കെല്ലാം, വിശ്വധാത്രീ ചരാചരമാതാവും
അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. നമ്മൾക്ക് അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അച്ഛൻ ആരാണ്? ഈ സർവ്വലോക മഹേശ്വരനായിട്ടുള്ള ഭഗവാൻ തന്നെ നമ്മൾക്ക് പിതാവായിട്ടുണ്ട് അല്ലെ. ഭഗവാൻ പറയുന്നുണ്ട്, സർവയോനിഷു കൗന്ദേയ മൂർത്തയ സംഭവന്തിയ താസാം ബ്രഹ്മ മഹത് യോനിർ അഹം ബീജപ്രദപിത. ഞാനാണ് എല്ലാ ജീവജാലങ്ങളുടെയും പിതാവ്, ഞാനാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ആ ഭഗവാൻ തന്നെ നമ്മളെ രക്ഷിക്കാനുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നമ്മളെ ഇവിടെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്? വിശ്വദാത്രി ചരാചര മാതാവും ആ ലക്ഷ്മി ദേവി നമ്മൾക്ക് അമ്മയായിട്ട് ഉണ്ട്. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെ. അപ്പോൾ അതാണ് സനാതനമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്, സനാഥ ജീവിതം എന്ന് പറയുന്നത്. ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സനാഥ ജീവിതമാണ്. നമുക്ക് നാഥനുണ്ട്. അതുവരെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല, എന്നെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ച് നടക്കുന്ന അനാഥ ജീവിതമാണ്. ഭക്തിയിൽ സനാഥ ജീവിതമാണ്. എനിക്ക് ഭഗവാനുണ്ട്, എൻ്റെ പിതാവായിട്ട് ഭഗവാൻ എന്നെ രക്ഷിക്കാനുണ്ട് എന്നുള്ള ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് സനാഥ ജീവിതം. എനിക്ക് നാഥനുണ്ട്, എന്നെ രക്ഷിക്കാൻ ആളുണ്ട്. അച്ഛനും പുനരമ്മയും ഉണ്ടല്ലോ രക്ഷിച്ചിടുവാനുള്ള നാളൊക്കെയും. ഭിക്ഷാന്നം നല്ലൊരു അന്നവും ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. ഭക്തിയിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭക്ഷണം കിട്ടുമോ, പ്രസാദം കിട്ടുമോ എന്നൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഭഗവാൻ അത് അറേഞ്ച് ചെയ്യും അല്ലേ. ഭഗവാൻ അത് തീർച്ചയായിട്ടും അറേഞ്ച് ചെയ്യും. നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഭക്തി ചെയ്യാത്തവർക്ക് പോലും ഭഗവാൻ അന്നം കൊടുക്കുന്നുണ്ട്. പിന്നെ ഭക്തി ചെയ്യുന്നവരുടെ കാര്യം ഭഗവാൻ പ്രത്യേകം ശ്രദ്ധിക്കും. യോഗക്ഷേമം വഹാമ്യഹം എന്ന് ഭഗവാൻ വെറുതെ പറയുന്നതല്ല, അത് യഥാർത്ഥത്തിൽ സംഭവിക്കും. അല്ല, അതിനൊന്നും യാതൊരു സംശയം, അതിന് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഭിക്ഷാന്നം നല്ലൊരു അന്നവും ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ. അത് ഭക്ഷിക്കാനും തന്നെ ധാരാളം ഉണ്ടാകും. അത് മാത്രമേ നമ്മൾക്ക് പണിയുള്ളൂ എന്നാണ് പറയുന്നത്. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി കൊണ്ടു ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം ശ്രദ്ധയോടെ വസിക്കണമേ വരും. ഇനി സങ്കീർത്തന പ്രസ്ഥാനത്തിന് ഉള്ള ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വന്ന് നമ്മൾ എങ്ങനെയാണ് ഭക്തി ചെയ്യേണ്ടത്, ആ ഭക്തി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നു. ശക്തി കൂടാതെ നാമങ്ങൾ എപ്പോഴും ഭക്തി പൂണ്ട് ജപിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കൊന്നും വേണ്ടി നാമം ജപിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി നാമം ജപിക്കണം. ഭഗവാന്റെ സേവനം എന്നുള്ള രീതിയിൽ നാമം ജപിക്കണം. ഇത് തന്നെയാണ് നമ്മൾക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നത്. ശിക്ഷാഷ്ടകത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, എന്തെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല ഞാൻ ഭഗവാന്റെ സേവനം ചെയ്യുന്നത്. നധനം നജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനി ജന്മനീശ്വരെ ഭവതാൽ ഭക്തിർ അഹൈതുകി ത്വയി. അപ്പോൾ ഒരു ഭൗതിക നേട്ടത്തിന് വേണ്ടിയല്ല ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നത്. ന ധനം ന ജനം ന സുന്ദരി. ധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ സുന്ദരിക്ക് ആയിട്ടുള്ള ഭാര്യയെ ലഭിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരുപാട് അനുയായികളെ കിട്ടുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല. ഭഗവാന്റെ സേവനം മാത്രം മതി, മുക്തി പോലും വേണ്ട എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ ആ ഒരു നിർദ്ദേശം നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പൂന്താനം പറയുന്നു, ശക്തി കൂടാതെ നാമം ജപിക്കണം. ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടി നാമം ജപിക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും ഉണ്ട്. ഭഗവാന്റെ സേവനം കിട്ടണം എന്ന് വിചാരിച്ച് നാമം ജപിക്കണം. ഭക്തി പൂണ്ട് ജപിക്കണം നമ്മുടെ സിദ്ധകാലം കഴിവോളം ഈ വണ്ണം. നമ്മുടെ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജപിക്കണം. ഇനി സിദ്ധകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്രയാണോ നമുക്ക് വിധിച്ചിട്ടുള്ള സമയം അത്രയും കാലം നമ്മൾ ആ ഭഗവാന്റെ നാമജപത്തിൽ തന്നെ മുഴുകണം എന്നാണ് പറയുന്നത്. ശ്രദ്ധയോടെ വസിക്കണമേ വരും. ശ്രദ്ധയോടെ വസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം. ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം എന്നാണ് പറയുന്നത്. ശ്രദ്ധയോടെ വസിക്കണമേ വരും. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ടു കൂപ്പി സ്തുതിക്കണം. എല്ലാവരിലും ഭഗവാന്റെ അംശമുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾക്ക് യഥാർത്ഥ ഭക്തി കിട്ടുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേപര ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേപര. എല്ലാവരും എൻ്റെ അംശമാണ്, എല്ലാവരുടെ ഹൃദയത്തിൽ ഞാൻ ഇരിക്കുന്നുണ്ട് എന്ന് കാണുന്ന ഒരു വ്യക്തിക്കാണ് എൻ്റെ ഭക്തി ലഭിക്കുന്നത് എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്.
ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്, എല്ലാവർക്കും നമ്മൾ ബഹുമാനങ്ങൾ കൊടുക്കണം. അവർ ഭക്തി ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ ഭഗവാന്റെ അംശമാണ് എന്നുള്ള രീതിയിൽ ആരെയും നമ്മൾ അവഗണിക്കേണ്ടതില്ല, ആരെയും വെറുക്കേണ്ടതില്ല, ആരെയും നിന്ദിക്കേണ്ടതില്ല. എല്ലാവർക്കും ബഹുമാനം കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ഈ നാമജപത്തിൽ ഇരിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് തുടർച്ചയായി നിരന്തരമായി ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കും എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നുണ്ട്, അല്ലെ? അമാനിന മാനദേന കീർത്തനീയ സദാഹരി. ഭഗവാന്റെ നാമം നമ്മുടെ നാട്ടിൽ എപ്പോഴും വരണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കണമെന്നാണ്. അമാനിന, മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യരുത് എന്നാണ് പറയുന്നത്. മാനദേന, അവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് നമ്മൾ നാമം ജപിക്കണം എന്ന് പറയും. ആ കാര്യം ഇവിടെ പൂന്താനം പറയുന്നു. കാണാകുന്ന ചരാചര ജീവിയെ നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം. ഇത് ചൈതന്യ മഹാപ്രഭുവിന്റെ നാമസങ്കീർത്തന പ്രസ്ഥാനത്തിലുള്ള ഭക്തന്മാരുടെ സ്വഭാവമാണ്. അവർക്ക് പരസ്പരം വലിയ ബഹുമാനമാണ്. ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും, ആ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാർ എല്ലാവരും പരസ്പരം വലിയ ബഹുമാനമാണ്. ഒരാൾക്ക് മറ്റൊരാളുടെ സേവനം ചെയ്യാൻ വലിയ താല്പര്യമാണ്. ഒരാളുടെ പാദധൂളി കിട്ടാൻ വേണ്ടി മറ്റൊരാളെ ശ്രമിക്കുന്നു. അങ്ങനെ ആ വലിയ ഭക്തിയോടുകൂടി, വലിയ പരസ്പര ബഹുമാനത്തോടു കൂടിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാര് നാമസങ്കീർത്തന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു നാമസങ്കീർത്തന പ്രസ്ഥാനത്തിലെ ഭക്തന്മാരെ കുറിച്ച് ഇവിടെ പൂന്താനം സൂചിപ്പിക്കുന്നു. നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കണം, എല്ലാവരെയും നമ്മൾ നമസ്കരിക്കണം, ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കും ആ ഭക്തിയുടെ നൈർമല്യമായിട്ടുള്ള ഭക്തിയുടെ ഫലം നമ്മൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. അഷ്ടസാത്വിക വികാരങ്ങൾ നമ്മൾക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കും എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു പ്രാർത്ഥിക്കുന്നുണ്ട്, എപ്പോഴാണ് ഞാൻ ഭഗവാന്റെ നാമം ജപിക്കുന്ന സമയത്ത് എപ്പോഴാണ് എൻ്റെ കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീരൊഴുകുന്നത്, എപ്പോഴാണ് എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നത്, എപ്പോഴാണ് ഭഗവാന്റെ നാമം ജപിക്കുമ്പോൾ എൻ്റെ കണ്ഠം ഇടറുന്നത്, അതെപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത്? അത് ആ ഒരു ഭക്തിയുടെ ഉയർന്ന അവസ്ഥയിലാണ് സംഭവിക്കുന്നത്. അത് സംഭവിക്കുമെന്നാണ് ഇവിടെ പൂന്താനം പറയുന്നത്. ഹരിശാശ്രു പരിപ്ലുതനായിട്ടു പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഹരിശാശ്രു പരിപ്ലുതനായിട്ട് ആനന്ദ കണ്ണീര് വരും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ നാമം ശുദ്ധമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നയനം ഗളതശ്രുതാരയ വദനം ഗദ്ഗതരുദ്ധയാകിര എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. ശുദ്ധമായിട്ട് നാമം ജപിക്കുന്നവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരും എന്ന് പറയും. ഹരിശാശ്രു പരിപ്ലുതനായിട്ട് പരുഷാദികളൊക്കെ സഹിച്ചുടൻ. പക്ഷെ ആ സമയത്തും എന്ത് വേണം? മറ്റുള്ളവരുടെ അപമാനവും പുച്ഛവും ഒക്കെ സഹിക്കണം എന്നാണ് പറയുന്നത്. ഭൗതിക സമൂഹത്തിൽ ഒരിക്കലും ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് ഒരു വിലയും ഉണ്ടാവില്ല. ഇവൻ വെറുതെ സമയം പാഴാക്കുകയാണ്, അവന് വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കളിയാക്കും. പക്ഷെ അതൊക്കെ ഒരു വ്യക്തി സഹിക്കണം എന്നാണ് പറയുന്നത്, അല്ലെ? അത് സഹിക്കണം. കാരണം എന്താണ്? നമ്മൾ ഏതായാലും ഈ ഭൗതിക ലോകത്തിലല്ല ഇനി തുടർച്ചയായിട്ട് നിൽക്കാൻ പോകുന്നത്. ഇത് നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്ന ലോകമാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ളവരുടെ ബഹുമാനവും നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ബഹുമാനം ഉപേക്ഷിക്കണം. അതേപോലെ മറ്റുള്ളവർ നമ്മളെ അപമാനിക്കുന്നത് സഹിക്കുകയും വേണം എന്നാണ് പറയുന്നത്. തരോരഭി സഹിഷ്ണുന എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. തൃണാദഭി സുനീചേന തരോരഭി സഹിഷ്ണുന. ഒരു മരത്തിനെ പോലെ സഹിഷ്ണുത ഉള്ളവനായിരിക്കണം ഒരു ഭക്തൻ എന്നാണ് പറയുന്നത്. അതിവിടെ പൂന്താനം പറയുന്നത് എങ്ങനെയാണ്? പരുഷാദികളൊക്കെ സഹിച്ചുടൻ. മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നതും അപമാനിക്കുന്നതും ഒക്കെ അവർക്ക് ആ ഭക്തിയിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും അവർക്ക് ആത്മീയമായിട്ടുള്ള ഭഗവാന്റെ സംരക്ഷണത്തിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടുമാണ് അവരെ നമ്മളെ കളിയാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി അവരോട് ക്ഷമിക്കുകയാണ് വേണ്ടത്. പരുഷാദികളൊക്കെ സഹിച്ചുടൻ സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് നമിക്കണം. മറ്റു ഭക്തന്മാരെ കാണുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ വീണ് അവരെ നമസ്കരിക്കണം, അവരെ ദണ്ഡവത് പ്രണാമം ചെയ്ത് അവരെ സ്വീകരിക്കണം. വലിയ സന്തോഷമാണ് ഭക്തന്മാർക്ക് മറ്റു ഭക്തന്മാരെ കാണുന്ന സമയത്ത്. അതുകൊണ്ട് അവരെ ദൂരെ നിന്ന് കാണുന്ന സമയത്ത് തന്നെ അവരെ വീണ് നമസ്കരിക്കണം. അല്ലെ? സനാതന ഗോസ്വാമി ദൂരെ നിന്നും ചൈതന്യ മഹാപ്രഭുവിനെ കണ്ട ഉടനെ അവിടെ നിലത്ത് വീണ് നമസ്കരിച്ചു. വായിൽ പുല്ല് കടിച്ചുകൊണ്ട് വീണ് നമസ്കരിച്ചു എന്നാണ് പറയും.
രഘുനാഥ ഗോസ്വാമി ദൂരെ നിത്യാനന്ദ പ്രഭുവിനെ കണ്ട സമയത്ത് അവിടെ വീണ് നമസ്കരിച്ചു. അങ്ങനെ ഭക്തന്മാര് മറ്റു ഉയർന്ന ഭക്തന്മാരെ കാണുന്ന സമയത്ത്, മറ്റേത് ഭക്തനെ കാണുന്ന സമയത്തും വീണ് നമസ്കരിക്കണം എന്നാണ്. കേരളത്തിൽ നമ്മൾക്ക് ഈ ഒരു ശീലം തീരെ ഇല്ല. നമുക്ക് ഭഗവാന്റെ മുന്നിൽ തന്നെ വീണ് നമസ്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ. നമ്മളൊന്ന് ചുറ്റുപാട് നോക്കും, എന്താണ് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നൊക്കെ നോക്കും. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൂന്താനം ഇവിടെ പറയുന്നത്. ലജ്ജ കൂടാതെ വീണ് നമിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ലജ്ജയുണ്ട് എന്ന് പൂന്താനത്തിന് അറിയാം. അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ നമസ്കരിക്കുന്നതിലൂടെയാണ് ഭഗവാൻ നമ്മളെ സ്വീകരിക്കുന്നത്. ഭഗവാനെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ ശരണം പ്രാപിക്കുകയാണ്. അതേപോലെ ഭക്തന്മാരെയും നമ്മൾ നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. ഭക്തി തന്നിൽ മുഴുകിച്ചമഞ്ഞുടൻ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു മെത്തേഡാണ്. സങ്കീർത്തന പ്രസ്ഥാനത്തിൽ എല്ലാവരും നൃത്തം ചെയ്തുകൊണ്ട് ആമോദത്തോടെ മത്തനെ പോലെ നൃത്തം കുതിക്കണം. ഉന്മത്തനായിട്ട്, ഭക്തി ഉന്മത്തനായിട്ട് നൃത്തം കുതിക്കണം. അപ്പോൾ ആ ആനന്ദ നൃത്തത്തിൽ തന്നെ നമ്മൾക്ക് മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത് അല്ലെ. അപ്പോൾ സമൂഹത്തിൽ നമ്മൾക്ക് ബഹുമാനം കിട്ടണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചു നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് പൂർണ്ണമായിട്ടും അതിൽ മുഴുകി, സങ്കീർത്തനത്തിൽ മുഴുകി നൃത്തം ചെയ്യാൻ സാധിക്കില്ല. മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതൊക്കെ ശാരീരികമായിട്ടുള്ള ചിന്താഗതികളാണ്. അങ്ങനെ ശാരീരിക ചിന്തയൊക്കെ വിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ എങ്ങനെയാണോ ഗോപികമാർ രാസലീലയിൽ നൃത്തം ചെയ്തത്, അതേപോലെ ഉന്മത്തരായിട്ട് നൃത്തം ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് കലിയുഗത്തിലേക്കുള്ള യജ്ഞം, നാമസങ്കീർത്തന യജ്ഞം. യജ്ഞേ സങ്കീർത്തനപ്രായ യജന്തി സുമേധസ. ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ അങ്ങനെ നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാൻ ആരാധിക്കും എന്നാണ് പറയുന്നത്. പാരിലിങ്ങനെ സഞ്ചരിച്ചിടുമ്പോൾ പ്രാരബ്ധങ്ങൾ അശേഷം ഒഴിഞ്ഞിടും. ഇങ്ങനെ ഈ നാമസങ്കീർത്തന പ്രസ്ഥാനത്തിൽ ചേർന്ന് ലോകം ചുറ്റി സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാവിധ കർമ്മങ്ങളും നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്ന ഭക്തന്മാരുണ്ട്. ഇസ്കോണിൽ ഹരകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഇപ്പോഴും പദയാത്രകൾ നടക്കുന്നുണ്ട്. ഭാരതത്തിൽ മുഴുവൻ അവർ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. 1984 പദയാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ പദയാത്ര ഇപ്പോഴും 41 വർഷമായിട്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത 2 വർഷം കൊണ്ട് വീണ്ടും കേരളത്തിൽ വരും. അപ്പോൾ നമ്മൾ കാണാൻ ശ്രമിക്കണം ആ ഒരു പദയാത്ര. അവര് നാമസങ്കീർത്തന പ്രചരണം ചെയ്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ പാത പിന്തുടർന്നുകൊണ്ട്, ചൈതന്യ മഹാപ്രഭുവും ഇങ്ങനെ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പദയാത്രയിൽ നടന്ന്. ആ സമയത്ത് ഒരുപാട് ഭക്തന്മാർ ചൈതന്യ മഹാപ്രഭുവിന്റെ കൂടെ കൂടി ഇങ്ങനെ നാമസങ്കീർത്തന പ്രസ്ഥാനത്തിൽ പോയി. അവര് ഭഗവാന്റെ കൂടെ നാമസങ്കീർത്തനം ചെയ്ത് നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നാമസങ്കീർത്തനം ചെയ്ത് നടക്കുന്ന സമയത്ത് എല്ലാവിധ കർമ്മങ്ങളും ഇല്ലാതാവും. കർമാണി നിർദഹതി കിന്തുജ ഭക്തി ഭാജ. ഭഗവാന്റെ ഭക്തി ചെയ്ത എല്ലാ കർമ്മങ്ങളും ഇല്ലാതാവും. പ്രാരബ്ധങ്ങൾ അശേഷം ഒഴിഞ്ഞിട്ട്. പ്രാരബ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വകർമ്മ ഫലങ്ങൾ നമ്മളിപ്പോ അനുഭവിക്കുന്നതാണ് പ്രാരബ്ധം. അതൊക്കെ തീർന്നു പോകും. നാമസങ്കീർത്തനം കൊണ്ട് അതെല്ലാം തീരും. വിധിച്ചിടുന്ന കർമ്മം ഒടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം ഒരിടത്ത്. അങ്ങനെ അവസാന സമയത്ത്, ആ ശരീരത്തിന്റെ സമയമാകുന്ന സമയത്ത് ആ ദേഹം ചലനമറ്റു പോകുമ്പോൾ അതിന്റെ ആയുസ് തീരും എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഈ വ്യക്തി ഭഗവാനെ കുറിച്ച് തന്നെയാണ് വിചാരിക്കുന്നതെങ്കിൽ, ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ, ഭഗവാന്റെ നാമജപത്തിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ അവന് ഭഗവാനെ കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴെ. ആ ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കാണുന്ന സമയത്ത് ആ ജീവൻ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ പാദത്തിൽ എത്താൻ വേണ്ടി ആ ശരീരത്തിൽ നിന്ന് കുതിക്കുമെന്നാണ് പറയുന്നത്. അവന്റെ ഹൃദയം അങ്ങനെ തുടിക്കും. ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ ജീവൻ ഉയർന്നു വരും എന്നാണ് പറയുന്നത്. കുതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കുതിച്ചിടുന്ന ജീവനും അപ്പോഴേ. ആ ജീവൻ അങ്ങനെ കുതിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ജീവിതത്തിന്റെ പരമമായിട്ടുള്ള ഗതി എന്നാണ് പറയുന്നത്. അവസാന സമയത്ത് ഭഗവാനെ ദർശിക്കുക, ഭഗവാന്റെ സേവനത്തിലേക്ക് തിരിച്ചു പോകുക. ഇതാണ് പരമമായിട്ടുള്ള ഗതി ഭാഗവതത്തിൽ പറയുന്നത്. അന്തേ നാരായണ സ്മൃതി എന്ന് പറയും. അത് നാമസങ്കീർത്തനത്തിലൂടെ ലഭിക്കും എന്നാണ് ഇവിടെ പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്.
കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേ. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു ശൂന്യതയൊന്നുമല്ല, അല്ലെ? സുന്ദരനായിട്ടുള്ള ഭഗവാനാണ്, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം. ആ സുന്ദരമായിട്ടുള്ള രൂപം കണ്ടാലേ നമ്മൾ കൊതി ഉണ്ടാവുള്ളൂ. ബ്രഹ്മം ശൂന്യതയാണെങ്കിൽ പിന്നെ അതിനെ കണ്ടാൽ എങ്ങനെയാണ് കൊതി ഉണ്ടാകുന്നത്? ഭഗവാന്റെ കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം, അതാണ് ഭഗവാന്റെ രൂപം. ആ സുന്ദരമായിട്ടുള്ള രൂപം കാണുമ്പോഴാണ് ജീവന് അത്രയും കൊതി ഉണ്ടാകുന്നത്, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ കൊതി ഉണ്ടാകുന്നത്. ശക്തി വേറിട്ട് സഞ്ചരിച്ചിടുവാൻ പാത്രമായില്ലത് എന്നതുകൊണ്ടേതും പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാൽ. ഓ, ഇനി അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാം ഇട്ടെറിഞ്ഞ് ഭഗവാന്റെ നാമസങ്കീർത്തനത്തിന് പോകാൻ സാധിച്ചില്ല എന്ന് വെച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. എനിക്ക് അത്ര പക്വത ആയിട്ടില്ല, അങ്ങനെ പൂർണ്ണമായിട്ടും എല്ലാം ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പൂന്താനം പറയുന്നത്. എവിടെ ഇരുന്നാലും നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു അത് തന്നെ പറയുന്നു. സ്ഥാനേ സ്ഥിതോ, നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി. ഒന്നും കലിയുഗത്തിൽ നമ്മൾ ഉപേക്ഷിച്ച് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആ ഭൗതിക കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് നാമസങ്കീർത്തനത്തിന്റെ ഫലപ്രാപ്തി ലഭിക്കും എന്ന് പറയും. പരിതാപം മനസ്സിൽ മുഴുക്കേണ്ട, അങ്ങനെ പോകാൻ സാധിച്ചില്ല എന്ന് വിചാരിച്ച് പരിതപിക്കേണ്ട ആവശ്യമില്ല. തിരുനാമത്തിൻ മാഹാത്മ്യം കേട്ടാലും, വെറുതെ നാമം ജപിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഈ നാമം ജപിക്കാം എന്നാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും വലിയ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും കൂടാതെ തന്നെ ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിക്കും. ജാതിമാർക്കിൽ ഒരു അന്ത്യജനാകിലും വേദവാദി മഹീശ്വരനാകിലും നാവുകൂടാതെ ജാതന്മാരാകിയ മൂകരെ അങ്ങൊഴിച്ചുള്ള മനുഷ്യർ എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും. അപ്പോൾ ഈ നാമജപത്തിന് യാതൊരു വിഭാഗീയതയുമില്ല. ഏതൊരാൾക്കും ഭഗവാന്റെ നാവുള്ള ഏതൊരാൾക്കും ഭഗവാന്റെ നാമം ജപിക്കാം എന്നാണ്. അതിൽ ജാതി, മതം, രാജ്യം, വർഗം, വർണ്ണം, ഇങ്ങനെ സ്ത്രീ, പുരുഷൻ, കുട്ടികൾ, വയസ്സന്മാർ, ഇങ്ങനെയുള്ള യാതൊരു വിഭാഗീയതയും ഇല്ല, ഒരു വിഭജനവും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാവർക്കും നാമം ജപിച്ച് അതിന്റെ ലാഭം എടുക്കാൻ സാധിക്കും. അതിന് പ്രത്യേകിച്ച് യാതൊരു വിഭാഗീയതയും ഇല്ല എന്ന് പറയും. എണ്ണമറ്റ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രം ഒരിക്കൽ ഒരു ദിനം സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും. ഭഗവാൻ ഒരുപാട് നാമങ്ങളുണ്ട്. ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നുണ്ട്. നാംനാമകാരി ഭൂത നിജ സർവശക്തി. ഭഗവാൻ ഒരുപാട് നാമങ്ങളുണ്ട്, അല്ലെ? അദ്വൈതം, അച്യുതം, അനാദിം, അനന്തരൂപം. ഭഗവാൻ അനന്തരൂപമുള്ളതുപോലെ അനന്തമായിട്ട് നാമങ്ങളുമുണ്ട്. ആ അനന്തനാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം നമ്മൾ ജപിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ അനന്തനാമങ്ങൾ ഉള്ളത് കൊണ്ട് നാരദ മഹർഷിക്കും സംശയം ഉണ്ടായിരുന്നു, ഏത് നാമമാണ് ജപിക്കേണ്ടത്. ആ സംശയം തീർക്കാൻ വേണ്ടി ബ്രഹ്മാവിന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്തു. ഷോഡശ നാമമാണ് ജപിക്കേണ്ടത്. 16 വാക്കുകളുള്ള ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇതാണ് കലിയുഗത്തിൽ ജപിക്കേണ്ടത് എന്ന് ബ്രഹ്മാവ് വളരെ വ്യക്തമായിട്ട് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും ഭഗവാന്റെ എല്ലാ നാമത്തിലും ഭഗവാന്റെ അതേപോലെ തന്നെ ശക്തിയുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കുന്നും നമ്മുടെ നാവ് കൊണ്ടിത് ചൊല്ലിയെന്നാകിലും. നമ്മൾക്ക് നാമം ജപിക്കുന്നതിന് നമ്മൾ ഒരുപാട് നിയമങ്ങൾ, നമ്മളെ സ്വന്തം നിയമങ്ങളൊക്കെ പറയും, അല്ലെ? ഞാൻ കുളിച്ചിട്ടില്ല, അതുകൊണ്ട് നാമം ജപിക്കുന്നില്ല. ഞാൻ വിളക്ക് കത്തിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കുന്നില്ല. ഇപ്പോൾ സന്ധ്യയായി, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കുന്നില്ല. ഇപ്പോൾ ഉച്ച സമയമാണ്, അതുകൊണ്ട് ഞാൻ നാമം ജപിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തെങ്കിലുമൊക്കെ നിയമം നാമം ജപിക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ സ്വന്തം നിയമങ്ങളൊക്കെ പറയും. ആ നിയമങ്ങളൊക്കെ നമ്മുടെ സ്വന്തം നിയമമാണ്. നാമം ജപിക്കുന്നതിന് അങ്ങനെ നിയമമൊന്നുമില്ല എന്നാണ് പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. ചൈതന്യ മഹാപ്രഭുവും അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? നാംനാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേ ന കാല. ചൈതന്യ മഹാപ്രഭു പ്രഖ്യാപിക്കുന്നുണ്ട്, ഈ നാമം ജപിക്കുന്നതിന് പ്രത്യേകിച്ച് സമയമോ
അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാലമോ പ്രത്യേകിച്ച് ദിക്കോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. അതെല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട് നാമം ജപിക്കുന്നതിന്. ഭഗവാനെ വിളിക്കുന്നതിന് ഒരു നിയമവുമില്ല എന്നാണ് പറയുന്നത്. തത്രാർപ്പിത നിയമിത സ്മരണേ എന്ന കാല. ഭഗവാന്റെ നാമം ജപിക്കുന്നതിന് അങ്ങനെ നിയമമൊന്നുമില്ല എന്നാണ് പറയുന്നത്. എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് നാമം ജപിക്കാം. നമ്മുടെ ശുദ്ധാശുദ്ധ അവസ്ഥയിലൊക്കെ നമുക്ക് നാമം ജപിക്കാം. നാമജപത്തിനൊന്നും ഒരു തടസ്സമല്ല എന്നാണ് പറയുന്നത്. അത് വിശദമായിട്ട് ഇവിടെ പൂന്താനം പറയുന്നുണ്ട്. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും ഏത് വിധത്തിലെങ്കിലും നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള പ്രയോജനമുണ്ട് എന്നാണ് പറയുന്നത്. സ്വസ്ഥനായിട്ടിരിക്കുമ്പോഴെങ്കിലും സ്വപ്നത്തിൽ താൻ അറിയാതെയെങ്കിലും സ്വപ്നത്തിൽ നാമം ജപിച്ചു കഴിഞ്ഞാൽ അതിനും ഗുണമുണ്ട് എന്നാണ്. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും നമ്മൾ പൂർണ്ണമായിട്ട് ആ ഭക്തിയോടുകൂടി അല്ലെങ്കിലും നാമം ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാക്കിൽ നിന്ന് നാമം, ഭഗവാന്റെ നാമം വന്നു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഫലം തീർച്ചയായിട്ടും ഉണ്ട്. അതും പാപത്തിനെ ഇല്ലാതാക്കുന്നതാണ്. ഇത് ഭാഗവതത്തിൽ പറയുന്ന കാര്യമാണ് പൂന്താനം ഇവിടെ എടുത്തു പറയുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാകും, യമധർമ്മരാജാവ് യമകിങ്കരന്മാർക്ക് ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. അജാമിള മോക്ഷത്തിന്റെ സമയത്ത് നാരായണ എന്ന് ഭഗവാനെ വിളിച്ചതല്ല, അല്ലെ, മറ്റൊന്നായിട്ട് വിളിച്ചതാണ്, മറ്റൊരാളെ വിളിച്ചതാണ്, തന്റെ മകനെ വിളിച്ചതാണ്. പക്ഷെ അങ്ങനെ വിളിച്ചാൽ പോലും പാപമില്ലാതാകും എന്ന് യമദൂതന്മാർക്ക് യമധർമ്മ രാജാവ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 6-ാമത്തെ സ്കന്ധത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ ഈ നാമജപത്തിന്റെ പ്രാധാന്യം യമരാജാവ് പറയുന്നുണ്ട്. സാങ്കേത്യം പരിഹാസ്യം വാ സ്തോപം ഹേളനമേവ വാ വൈകുണ്ഠം നാമഗ്രഹണം അശേഷാഗഹരം വിധു എന്ന് പറയുന്നുണ്ട്. ഭഗവാന്റെ നാമം ഏതെങ്കിലും ഒരു വിധത്തിൽ സാങ്കേത്യം, പാരിഹാസ്യം വാ, അത്ര ശ്രദ്ധയൊന്നുമില്ലാതെ അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട്, ഇവരൊക്കെ ഹരേ കൃഷ്ണക്കാരാണ്, ഇവരെല്ലാവരും ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പരിഹസിക്കുകയാണെങ്കിലും ആ പരിഹസിക്കുന്ന ആളുകൾക്ക് അതിന്റെ ഒരു ഗുണമുണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവർ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ, ഇനി സാങ്കേത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിപാടായിട്ട് അത്ര വിശ്വാസമില്ലാതെ തന്നെ ജപിക്കുകയാണെങ്കിലും സാങ്കേത്യം, പരിഹാസം, പരിഹസിച്ചുകൊണ്ടും, സ്തോപം, മ്യൂസിക്കിന് വേണ്ടിയിട്ട് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ ഉപയോഗിച്ച് നല്ല കീർത്തനം കേൾക്കണം എന്നുള്ള രീതിയിൽ, നാമം കേൾക്കണം എന്നല്ല, കീർത്തനത്തിന്റെ ഒരു രസം ഉണ്ടാകണം, അതിനു വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ജപിക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ട്. ഹേളനം, അത്ര വിശ്വാസമൊന്നുമില്ലാതെ, അത്ര ശ്രദ്ധയൊന്നുമില്ലാതെ ജപിക്കുകയാണെങ്കിലും ഏതു വിധത്തിലാണെങ്കിലും ഏവവാ, എങ്ങനെയാണെങ്കിലും വൈകുണ്ഠം നാമഗ്രഹണം, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമം നമ്മൾ ജപിക്കുകയാണെങ്കിൽ അശേഷ അഗഹരം, ആ പാപം മുഴുവൻ ഇല്ലാതാക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ പാപം മുഴുവൻ ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ നാമം എന്ന് അറിഞ്ഞിരിക്കണം എന്ന് യമരാജാവ് യമകിങ്കരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ നാമം ജപിച്ചാൽ തന്നെ അത് വലിയ ലാഭമാണ് എന്നാണ് ഇവിടെ ഭഗവാനും പറയുന്നത്. മറ്റൊന്നായി പരിഹസിച്ചെങ്കിലും മറ്റൊരുത്തർക്ക് വേണ്ടിയെന്നാകിലും ഏതു ദിക്കിലിരിക്കലും തന്നെ നാവുകൊണ്ടിത് ചൊല്ലിയെന്നാകിലും. അല്ല, അമ്പലത്തിൽ ഇരുന്നിട്ട് മാത്രമേ നാമം ജപിക്കുന്നുള്ളൂ അങ്ങനെ പറയാൻ പറ്റില്ല. എവിടെ ഇരുന്നിട്ടും നാമം ജപിക്കാം എന്നാണ് പറയാം. ഏതു ദിക്കിലിരിക്കലും നമ്മുടെ നാവുകൊണ്ടിത് ചൊല്ലിയെന്നാകിലും അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും. ഇനി കേട്ടാൽ പോലും ഗുണമുണ്ട് എന്നാണ് പറയുന്നത്. അതെ, ശ്രവണത്തിനും ഗുണമുണ്ട്, കീർത്തനത്തിനും ഗുണമുണ്ട്. ഭഗവാന്റെ ഭഗവാന്റെ നാമം മഹാത്മ്യം കീർത്തിച്ചത് കൊണ്ട് സുഖദേവ ബ്രഹ്മർഷിക്ക് മോക്ഷം ലഭിച്ചു. ഭഗവാന്റെ നാമമഹാത്മ്യം കേട്ടതുകൊണ്ട്, ഭാഗവതം ശ്രവിച്ചത് കൊണ്ട് പരീക്ഷിത് മഹാരാജാവിന് മോക്ഷം ലഭിച്ചു. അപ്പോൾ ഭഗവാന്റെ നാമം കീർത്തിക്കുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശ്രവിക്കുന്നതും എന്നാണ്. അതുമല്ലൊരു നേരം ഒരു ദിനം ചെവി കൊണ്ടിത് കേട്ടുവെന്നാകിലും ജന്മസാഫല്യം അപ്പോഴേ വന്നുപോയി ബ്രഹ്മസായുജ്യം കിട്ടിയിടുമെന്നല്ലോ. അപ്പോൾ ഭഗവാന്റെ നാമജപം നമ്മുടെ നാക്കുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അനേക ജന്മത്തിന്റെ സാഫല്യം എന്ന് പറയും. കാരണം ഇതുവരെയുള്ള ജന്മങ്ങളിൽ അത് സാധിച്ചില്ല, മനുഷ്യജന്മത്തിലാണ് നമുക്കത് സാധിക്കുന്നത്.
അത് നമ്മുടെ അനേക ജന്മത്തിലെ സാഫല്യമാണ് ഭഗവാന്റെ നാമം കേൾക്കാനും ഭഗവാന്റെ നാമം പറയാനും സാധിക്കുന്നത് എന്ന് പറയുന്നു. ശ്രീധരാചാര്യൻ താനും പറഞ്ഞതു, ബാദരായണൻ താനും അരുൾ ചെയ്തു. ഇതൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായമല്ല എന്നാണ് പൂന്താനം പറയുന്നത്. ഇതൊന്നും ഞാൻ എവിടെ നിന്നും സ്വന്തമായിട്ട് ഊഹിച്ചു പറയുന്നതല്ല. ഇതെല്ലാം ശാസ്ത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഗുരുക്കന്മാരിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേപോലെ ശാസ്ത്രങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ് എന്നാണ് പൂന്താനം പറയുന്നത്. ശ്രീധരാചാര്യൻ താനും പറഞ്ഞത്. ഭാഗവതത്തിന്റെ വ്യാഖ്യാനം ശ്രീധരാചാര്യരുടെ പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വ്യാഖ്യാനമാണ് ശ്രീധരാചാര്യരുടെ ഭാഗവത വ്യാഖ്യാനം. അപ്പോൾ ഭാഗവതം മുഴുവൻ നാമമാഹാത്മ്യമാണ് പറയുന്നത് എന്ന് ശ്രീധരാചാര്യൻ പറഞ്ഞിട്ടുള്ളതായിട്ട് പൂന്താനത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ശ്രീധരാചാര്യൻ താനും പറഞ്ഞതു, ബാദരായണൻ താനും അരുൾ ചെയ്തു. വ്യാസദേവനും പറയുന്നത് ഭഗവാന്റെ നാമത്തിന്റെ പ്രാധാന്യം തന്നെയാണ്. നാരദ മഹർഷി വ്യാസദേവന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഭഗവാനെ കീർത്തിക്കണം, ഭഗവാന്റെ യശസ്, ഭഗവാന്റെ നാമം ഒക്കെ വർണ്ണിക്കണം. അത് വർണ്ണിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം കിട്ടാത്തത്. മഹാഭാരതവും മറ്റു വേദങ്ങളും ഒക്കെ രചിച്ചിട്ടും പുരാണങ്ങളൊക്കെ രചിച്ചിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് സന്തോഷം ഉണ്ടാവുന്നില്ല? നിങ്ങൾ ഭഗവാന്റെ നാമം, ഭഗവാന്റെ മഹാത്മ്യം നേരിട്ട് വർണ്ണിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ സാഫല്യവും ഉണ്ടാകും എന്ന് ബാദരായണന് വ്യാസദേവന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായി. അതുകൊണ്ടാണ് വ്യാസദേവൻ പൂർണ്ണമായിട്ടും ഭഗവാന്റെ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ഭാഗവതം രചിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യാസദേവൻ രചിച്ചിട്ടുള്ള ഭാഗവതം മുഴുവൻ ഭഗവാന്റെ മഹാത്മ്യമാണ് പറയുന്നത്. ഗീതയും പറഞ്ഞിടുന്നത് ഇങ്ങനെ, ഗീതയിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഗീതയിലും ഭഗവാന്റെ നാമം ജപിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, സതതം കീർത്തയന്തോമാ യദന്തശ്ച ദൃഢവ്രതാണ്. ദൃഢവ്രതനായിട്ട് എല്ലാ സമയത്തും എന്റെ നാമം ജപിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ പറയുന്നു. യജ്ഞങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നാമജപയജ്ഞമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഗീതയിലും പറഞ്ഞിട്ടുണ്ട്, വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു, വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ബ്രഹ്മാവ് പറയുന്നുണ്ട് നാരദ മഹർഷിയോട്, ഞാൻ വേദങ്ങളൊക്കെ പഠിച്ചു, ആ വേദങ്ങളിൽ ഒക്കെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഭഗവാനോട് ഭഗവാനെ സമീപിക്കാനും മുക്തി നേടി ഭഗവാന്റെ സേവനത്തിലേക്ക് എത്താനും ഉള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം എന്താണ്? ഭഗവാന്റെ നാമജപമാണ് എന്ന് ബ്രഹ്മാവ് നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഷോഡശകാംനാം കലികന്മശനാശനം നാദപരതരോപായം സർവവേദേഷു ദൃശ്യത എന്നാണ് പറയുന്നത്. എല്ലാ വേദങ്ങളും ഞാൻ പഠിച്ചു. എല്ലാ വേദങ്ങളും പഠിച്ചതിൽ എനിക്ക് എന്താണ് മനസ്സിലായത്? ഭഗവാന്റെ ഈ നാമം, ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗം. വേറൊരു മാർഗവും ഞാൻ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വേദങ്ങളൊക്കെ പഠിച്ചിട്ടും കാണുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നിവിടെ പൂന്താനം പറയുന്നത്. വേദവും ബഹുമാനിച്ചു ചൊല്ലുന്നു, ആമോദം പൂണ്ട് ചൊല്ലുവിൻ നാമങ്ങൾ, ആനന്ദം പൂണ്ട് ബ്രഹ്മത്തിൽ ചേരുവാൻ. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. വളരെ സന്തോഷത്തോടു കൂടി ഭക്തന്മാർ നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നത് കാണാം. അവരാരും വളരെ കഷ്ടപ്പെട്ട് ക്ലേശിച്ചല്ല നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാവരും വലിയ ഉത്സാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ആണ്, എല്ലാവരും ആനന്ദത്തോടു കൂടിയാണ് നാമസങ്കീർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗവും ഭഗവാനെ പോലെ തന്നെ ആനന്ദം നിറഞ്ഞതാണ്. സുസുഖം കർത്തുമവ്യം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു തിരുനാമത്തിൻ മാഹാത്മ്യമാമിതു എന്ന് പറയും. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ജ്ഞാനപ്പാന കൺക്ലൂഡ് ചെയ്യാണ്. മതിയുണ്ടെങ്കിലൊക്കെ മതിയതു, ബുദ്ധിയുണ്ടെങ്കിൽ ഇതെല്ലാം സ്വീകരിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് പൂന്താനം പറയുന്നത്. യജന്തിഹി സുമേധസ എന്ന ഭാഗവതത്തിൽ പറയുന്നുണ്ട്. സുമേധസ, ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ, ഏറ്റവും സ്പിരിച്വലി ആത്മീയമായിട്ടുള്ള ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യും? യജ്ഞേ സങ്കീർത്തനപ്രായ യജന്തിഹി സുമേധസ, നാമസങ്കീർത്തന യജ്ഞത്തിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ആരാധിക്കും എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അല്ലെ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ കലിയുഗത്തിൽ കൃഷ്ണവർണം ഉപേക്ഷിച്ചു വന്നു. കൃഷ്ണവർണം തുഷാകൃഷ്ണം സാങ്കോപാംഗാസ്ത്രപാർഷദം
യജ്ഞേ സങ്കീർത്തനപ്രായേ യജന്തി സുമേധസ. കലിയുഗത്തിൽ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകള് നാമസങ്കീർത്തന പ്രസ്ഥാനത്തിൽ ചേർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ ചൈതന്യ മഹാപ്രഭുവായിട്ട് ആരാധിക്കും എന്നവിടെ പറയും. ആ ഒരു ബുദ്ധിയുടെ കാര്യമാണ് ഇവിടെ പൂന്താനം പറയുന്നത്. മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയാണ്. മതി ഉണ്ടെങ്കിൽ ഒക്കെ മതി. ഇത് ബുദ്ധി ഉണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് സ്വീകരിക്കാൻ സാധിക്കും. തിരുനാമത്തിൻ മഹാത്മ്യമാണ് പൂന്താനം പറയാൻ ഉദ്ദേശിച്ചത്. തിരുനാമത്തിന്റെ മഹാത്മ്യമാണ് ജ്ഞാനപ്പാനയിൽ മുഴുവൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും, പൂന്താനം ആ ഒരു നാമസങ്കീർത്തന പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ല, നാമസങ്കീർത്തനത്തിനെ വളരെയധികം പിന്തുണയ്ക്കുന്ന ഒരു കൃതിയാണ് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന എന്ന് പറയുന്നത്. നമ്മൾക്ക് വിഷ്ണു ഭക്തന്മാരാണ് നമ്മുടെ ഭക്തന്മാർ. നമ്മളെ ശക്തി കൂടാതെ ഭഗവാന്റെ നാമം ജപിക്കുകയാണ് ചെയ്യേണ്ടത്. നാമജപത്തിൽ യാതൊരു നഷ്ടവുമില്ല എന്ന് പൂന്താനം നമ്മൾക്ക് പറഞ്ഞു തരികയാണ്. തിരുനാമത്തിൻ മഹാത്മ്യമാമിതു, പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ള അരുൾക ഭഗവാനെ എന്ന് പറഞ്ഞ പൂന്താനം ഇത് ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അല്ലെ, പൂന്താനത്തിന് അറിയില്ല ഇത് പൂർണ്ണമായോ അല്ലെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ എന്നൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഭഗവാന് തൃപ്തിയാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഭഗവാനോട് ചോദിക്കുകയാണ്, പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളം അരുൾക ഭഗവാനെ. പൂന്താനത്തിന് നേരിട്ട് ഭഗവാനുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഭഗവാന് ഇഷ്ടമാണോ എന്ന് ചോദിച്ചുകൊണ്ട് പൂന്താനം ഈ ഒരു ജ്ഞാനപ്പാന അവിടെ സമർപ്പിക്കുകയാണ്. ഗുരുവായൂരപ്പന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഈ ജ്ഞാനപ്പാനയിലെ വരികൾ. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലായ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനേക്കാൾ എത്രയോ ആഴത്തിൽ അർത്ഥമുണ്ടാകും. നമ്മൾക്ക് വീണ്ടും വീണ്ടും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഗുരുപരമ്പരയുടെ കാരുണ്യം കൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ആ അർത്ഥം ഗ്രഹിക്കാൻ വീണ്ടും ഇനിയും ശ്രമിക്കാം. ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു യജ്ഞമല്ല. നമ്മൾ കുറേശ്ശെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്തന്മാർക്ക് ചിലപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടായിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം വിനിയോഗിക്കാം. ഹരേ കൃഷ്ണ. ഈ ജ്ഞാനപ്പാന യജ്ഞം